എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരു സേമിയ പായസം. ഏതായാലും വിഷുവൊക്കെ വരികയാണല്ലോ, അപ്പോൾ ഒരു പായസമാണെന്ന് വെച്ചു. ഇത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സേമിയ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ബൗള് സേമിയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത സേമിയയാണെങ്കിൽ കൂടി നമ്മളൊന്നുകൂടി വറുത്തെടുക്കണം അത്. അപ്പോൾ സേമിയയുടെ അറ്റമൊക്കെ ഇങ്ങനെ വൈറ്റ് കളർ ആവുന്ന രീതിയിൽ വറുത്തെടുക്കണം. സേമിയ വറുത്ത് മാറ്റി വയ്ക്കുക, അത് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഒരു ബൗള് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ശർക്കര വെച്ചിട്ടാണ്. ഇനി അത് ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് സേമിയ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ബൗൾ വെള്ളം എടുക്കുന്നുണ്ട്. ഈ പായസം നമ്മൾ പാലിലല്ല ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള തേങ്ങ പിഴിഞ്ഞെടുത്ത പാൽ ആണെങ്കിൽ കൂടുതൽ നല്ലത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഞാനിവിടെ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 6 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡർ നന്നായിട്ട് കലക്കിയെടുക്കുക, കട്ടയൊന്നുമില്ലാണ്ട്. ഇനി അടുത്തതായിട്ട് റെഡിയാക്കി വയ്ക്കാനുള്ളത്, ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഒരു 1/2 ബൗള് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ, നമ്മൾ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്ത തലപ്പാലില്ലേ, അതൊരു 1/2 ബൗൾ എടുത്താൽ മതി. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സേമിയ വേണമെങ്കിൽ ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത്രയും വലിയ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകി വെള്ളം ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് വെള്ളം അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാനായിട്ട് വെച്ചേക്കണം. ഇത് വെന്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നന്നായി വേവുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ സേമിയ വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ശർക്കര ഒഴിച്ചു കൊടുത്താൽ പിന്നെ സേമിയ വേവില്ല. ഇനി ശർക്കര ഇട്ട് അത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ സേമിയ നെയ്യിലല്ല വറുത്തെടുത്തത്, അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ തിളപ്പിക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറുകി വേണ്ടാന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. എന്നിട്ട് ഇത്രയും വറ്റിക്കണ്ട. ഇനി കശുവണ്ടിയും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് വറുത്തിടാം, അത് ഇഷ്ടമാണെങ്കിൽ. ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് വറുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.